പ്രായത്തിന്റെ ആവേശവും ആത്മാർത്ഥതയും കാണാതെ പോകരുത്. കേരളത്തിന് ആവശ്യം നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നതും അനീതിക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്ന ഒരു പോലീസ് സേനയെയാണ്. മാറി വരുന്ന ഗവൺമെന്റുകൾക്കനുസരിച്ച് ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് പോലീസ് സേനയാണ്. മാറി വരുന്ന സർക്കാരുകൾക്ക് ഒത്താശ ചെയ്യുന്നതാകണം പോലീസ് സേന എന്നത് പൊതുവെ ഒരു ധാരണയുണ്ട്. അത് സത്യമാണെന്ന് തെളിയിക്കുന്നതാണ് DCP ചൈത്ര തെരേസ ജോണിന്റെ സ്ഥാനമൊഴിയിലൂടെ വ്യക്തമാകുന്നത്. പുലിമടയിൽ പുലിക്കുട്ടിക്ക് കയറാം. CPMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചൈത്ര തെരേസ ജോൺ കയറി റെയ്ഡ് നടത്തിയത് വൻ വിവാദങ്ങൾക്ക് വഴിതെളിച്ചു. IPS ലഭിക്കുന്നതിന് മുമ്പ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ SFIയുടെ സജീവ പ്രവർത്തകയായിരുന്നു ചൈത്ര. കമ്മ്യൂണിസത്തിന്റെ ചോര തന്നെയായിരുന്നു IPSകാരിക്കും. മനസ്സിലെ ചുവപ്പ് ആശയമായി മനസ്സിൽ സൂക്ഷിച്ച് കാക്കി ധരിക്കുമ്പോൾ ചൈത്രയിൽ നിന്ന് DCP ചൈത്ര എന്ന വലിയ ലോകത്തിലേക്ക് കടക്കും. അവിടെ സത്യവും നീതിയും മാത്രമാണ്. കക്ഷി രാഷ്ട്രീയങ്ങളോ താല്പര്യങ്ങൾക്കോ പ്രസക്തിയില്ല. ASP ആയി സർവീസിൽ കയറിയ നാൾ മുതൽ കാക്കിയിലെ ഈ കാർക്കശ്യം കേരളം കണ്ടതാണ്. പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതികളായ DYFI പ്രവർത്തകരെ തേടിയാണ് ചൈത്ര തെരേസ ജോൺ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയത്. പ്രതികളുടെ വീടുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. എന്നാൽ ആരെയും കണ്ടെത്താനായില്ല. ഓഫീസ് സെക്രട്ടറി അടക്കം കുറച്ചുപേർ മാത്രമേ പരിശോധനാ സമയത്ത് ഓഫീസിൽ ഉണ്ടായിരുന്നുള്ളൂ. പല സമ്മർദ്ദങ്ങൾ ഉണ്ടായെങ്കിലും റെയ്ഡ് നടത്താതെ മടങ്ങിപ്പോകില്ല എന്നതായിരുന്നു ചൈത്ര തെരേസ ജോണിന്റെ നിലപാട്. പല പ്രശ്നങ്ങളിലും മുഖവും രാഷ്ട്രീയവും നോക്കാതെ സത്യത്തിനു വേണ്ടി പോരാടിയ ഒരാളായിരുന്നു ചൈത്ര. പോലീസുകാരുടെ നീതിബോധവും സത്യസന്ധതയും ഇല്ലായ്മ ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികളാണെന്നത് പറയാതെ വയ്യ. ഇത്തരം ഉമ്മാക്കികൾ കാണിച്ചാലൊന്നും പേടിക്കുന്നവളല്ല ചൈത്ര എന്നത് സർക്കാരിനും അറിയാം. കൊല്ലരുത്, ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ നന്നായിക്കോളും.